ക്രിസ്തുവിനായി വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ദൈവവിളിയുടെ ആർദ്രമായ പങ്കുവയ്ക്കലുകൾ ഡിവൈൻ കോൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ തുടരുന്നു. കർത്താവിന്റെ വയലിലെ ധീരതയാർന്ന ശുശ്രൂഷകർ അവരുടെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് നിരവധി വർഷക്കാലം ഒമാനിലെ മസ്കറ്റ് അടക്കമുള്ള ഗൾഫ് മേഖലകളിൽ ക്രിസ്തീയ അജപാലനം നിർവഹിച്ച ഫാദർ വർഗീസ് ചെമ്പോലി കപ്പൂച്ചിൻ ഗൾഫ് മേഖലയിലെ വിശ്വാസികൾക്കിടയിൽ നിർവഹിച്ച തന്റെ പൗരോഹിത്യ ശുശ്രൂഷകളെക്കുറിച്ചും ദൈവവിളിയുടെ അനുഭവങ്ങളെക്കുറിച്ചും അവിടുത്തെ ആദ്യത്തെ മലയാളി റെസിഡൻഷ്യൽ പ്രീസ്റ്റായിരുന്ന വർഗീസ് ചെമ്പേരിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഒരിക്കലൊരു വൈദികനോട് ചോദിച്ചു, അച്ഛാ എന്തിനാണ് വൈദികനായത്? രണ്ട് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്ന്, ക്രൂശിതനെ കൂടുതൽ അറിയാൻ. രണ്ട്, ഈ ക്രൂശിതൻ്റെ സ്നേഹം കുറേ പേർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ. ക്രൂശിതനെ കൂടുതൽ അറിഞ്ഞ് ആ സ്നേഹം ഒത്തിരി പേർക്ക് പങ്കുവയ്ക്കുവാൻ ദൈവവിളി സ്വീകരിച്ച അനേകരെ പരിചയപ്പെടുന്ന ഡിവൈൻ കോളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കപ്പൂച്ചിൻ സഭയുടെ കളമശ്ശേരി പ്രൊവിൻസിലെ അംഗമായ ബഹുമാനപ്പെട്ട വർഗീസ് ചെമ്പോലി അച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഒത്തിരി സന്തോഷം അച്ഛനെ കാണുന്നതിലും. അച്ഛൻ്റെ മുഖത്തെ ചിരിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ദൈവവിളി അച്ഛൻ എത്രമാത്രം ആസ്വദിക്കുന്നു എന്നുള്ളത് ആ ചിരിയിൽ തന്നെയുണ്ട്. അച്ഛൻ്റെ ദൈവവിളിയുടെ ഒത്തിരി കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് അച്ഛൻ ഈ ദൈവവിളി സ്വീകരിച്ചത്? ചെറുപ്പകാലഘട്ടത്തിൽ ഈ ഒരു വൈദികനാകാനുള്ള ആഗ്രഹമൊക്കെ എങ്ങനെ ഉണ്ടായത്? അച്ഛൻ്റെ കുടുംബത്തെ പറ്റിയും ദൈവവിളിയിലേക്ക് കടന്നു വന്നതിനെ പറ്റിയൊക്കെ അച്ഛൻ പെട്ടെന്ന് പറയാമോ? വളരെ സന്തോഷം എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായി. ഞാൻ ജനിച്ചത് കൂരമ്മാവ് ഇടവകയിലാണ്. കൂരമ്മാവ് ഇടവക വൊക്കേഷൻ്റെ ദൈവവിളിയുടെ വെള്ളനിലയമാണ്. ആ ഇടവകയിൽ താന്തിക്കപ്പറമ്പിൽ പത്രോസിൻ്റെയും അന്നയുടെയും 6 മക്കളിൽ 5ാമത്തെ മകനായാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചെമ്പോലി എന്ന് പറഞ്ഞു. ഞങ്ങൾ അറിയപ്പെടുക അല്ലെങ്കിൽ വിളിക്കപ്പെടുക ചെമ്പോലിക്കാരെന്നാണ്. കാരണം ഞങ്ങളുടെ ആ തറവാടിരിക്കുന്ന ആ സ്ഥലത്ത് ചെമ്പോലി എന്നുള്ള ഒരു പേര് വന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെമ്പോലിക്കാരെന്നറിയപ്പെടുക. ആയതിനാൽ എൻ്റെ സിഗ്നേച്ചറും ഒക്കെ ചെമ്പോലി എന്നുള്ള നാമത്തിലാണ്. ഞാൻ ജനിച്ച ആ നാളുകൾ മുതൽ, ചെറുപ്പം മുതൽ തന്നെ ജനങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർ, എൻ്റെ അയൽവക്കക്കാരൊക്കെ എന്നിലൊരു വൈദികനെ കാണുന്നു എന്നുള്ളൊരു പ്രതീതിയാണ്. സംസാരത്തിലും എന്നെ വിളിക്കുന്നതും അച്ഛ എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാനങ്ങനെ കാര്യമായിട്ട് ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഞാനൊരു ഹൈസ്കൂൾ ലെവലിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ വാർഷിക ധ്യാനം നടത്താൻ വന്നിരുന്നത് കപ്പൂച്ചിനച്ഛന്മാരായിരുന്നു. ആ കപ്പൂച്ചിനച്ഛന്മാരുടെ തുടർച്ചയായിട്ടുള്ള വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കുകയും ജനങ്ങളുമായിട്ടുള്ള അവരുടെ ഇടപെടൽ കാണുകയും അതനുഭവിക്കുകയും ചെയ്തപ്പോൾ ആ കപ്പൂച്ചൻ സഭ വൈദികരോട് എനിക്കൊരു താല്പര്യം തോന്നി. എനിക്കും തോന്നി ഇങ്ങനൊരു കപ്പൂച്ചിൻ വൈദികനായാൽ കൊള്ളാം. പിന്നെ ഫ്രാൻസിസ് അസിസിയുടെ ജീവിത ചരിത്രം വായിച്ചതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഞാൻ സ്കൂൾ ഫൈനൽ കഴിഞ്ഞപ്പോൾ ഈ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. പരീക്ഷ കഴിഞ്ഞ് ഒരു സമ്മർ ക്യാമ്പ്, ഒരു ക്യാമ്പുണ്ടായിരുന്നു, ദൈവവിളി ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ക്യാമ്പ് നടത്തിയ വൈദികർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് അവരെ ഇഷ്ടമായി. അവരെന്നോട് പറഞ്ഞു, SSLC തോറ്റാലും ജയിച്ചാലും വർഗീസ് ഇങ്ങോട്ട് പോരൂ, ഞങ്ങൾക്കിഷ്ടമായി. ഞാൻ ഭാഗ്യത്തിന് SSLC പാസ്സായി സെമിനാരിയിൽ ചേർന്നു. വളരെ സന്തോഷമാണ്. സെമിനാരിയിൽ ചേർന്നതിന് ശേഷം ഒരു നിമിഷം പോലും ഞാൻ ഈ സെമിനാരിയിൽ ചേർന്നതുകൊണ്ട്, ഒരു വൈദികനായതുകൊണ്ട് ഒട്ടും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. ഓരോ നിമിഷവും ഞാൻ ഈ ജീവിതം സന്തോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു മറ്റുള്ളവർക്കും ഈ ജീവിതം, സന്യാസ ജീവിതം വളരെ അനുഗ്രഹപ്രദമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ദൈവം അതിലേക്ക് പലരെയും വിളിക്കുന്നുണ്ട്. ആ വിളി
പലർക്കും കേൾക്കാനിടയാകട്ടെ, സ്വീകരിക്കാനിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിശുദ്ധിയും സ്നേഹവും നിറയുന്ന കപ്പൂച്ചിൻ സഭയുടെ കീഴിൽ ഒരു വൈദികനായി സമർപ്പണം ചെയ്തു. ആഴമേറിയ തപസ്സും പ്രാർത്ഥനയും ഉൾച്ചേരുന്ന കപ്പൂച്ചിൻ ആത്മീയതയുടെ സുഗന്ധവും പേറി ദൈവജനത്തിന് അനുഗ്രഹമായി മാറാൻ ഈ വൈദികൻ ആത്മാർപ്പണം ചെയ്തു. അങ്ങനെ സ്കൂൾ പഠനത്തിന് ശേഷം അച്ഛൻ സെമിനാരിൽ ചേർന്നു. അച്ഛൻ്റെ വൈദിക പരിശീലനത്തെ പറ്റി ഒന്ന് പെട്ടെന്ന് പറയാമോ? അച്ഛൻ എവിടേക്കാണ് പഠിച്ചത്? വൈദികനാവുന്നത് വരെയുള്ള ആ ഒരു പരിശീലന കാലയളവ്. ഞാൻ സെമിനാരിയിൽ ചേർന്ന് ഉടനെ എൻ്റെ ആദ്യത്തെ വൈദിക പഠന പരിശീലനങ്ങൾ കൊല്ലത്തായിരുന്നു. കൊല്ലം SN കോളേജിൻ്റെ ഓപ്പോസിറ്റ്, റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളുടെ വലിയൊരു മോണസ്ട്രി ഉണ്ട്. ആ തില്ലേരി പള്ളി എന്നാണ് അറിയപ്പെടുക. അവിടെ കൊല്ലത്തിലുള്ള ആ രൂപതയിലെ പല ഇടവകയിൽ നിന്നും ഒരുപാട് അകയിൽ നിന്നുള്ളവർ പോലും ഈ തില്ലേരി പള്ളിയിൽ കുമ്പസാരിക്കാൻ വരും. കാരണം കപ്പൂച്ചിൻസ് കുമ്പസാരം കേൾക്കാൻ ഏത് സമയത്ത് വന്നാലും റെഡിയാണ്. അവിടെയായിരുന്നു എൻ്റെ വൈദിക പരിശീലനത്തിൻ്റെ പ്രാരംഭ ദിനങ്ങൾ. ഫാത്തിമ കോളേജിൽ ആയിരുന്നു എൻ്റെ +2. അന്ന് PDC ആയിരുന്നു. സെമിനാരിയിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ കോളേജിൽ പോയത്, പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചത്. അത് കൊല്ലം ഫാത്തിമ കോളേജിലായിരുന്നു. വളരെ അനുഗ്രഹദായകമായിട്ടുള്ള 3 വർഷമായിരുന്നു തില്ലേരിപ്പള്ളിയിലെ ആ പ്രാരംഭം. എനിക്ക് അവിടുത്തെ ട്രെയിനിങ് വളരെ ഇഷ്ടമായി. ഞാനിങ്ങനെ കപ്പൂച്ചിൻ സഭയുടെ അംഗമാകുവാൻ വളർന്നുകൊണ്ടേയിരുന്നു. 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം പിന്നീട് 4ാമത്തെ വർഷം തൃശ്ശൂർ ഒരു ക്ഷേത്രമൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അത് ആ കണിമംഗലം എന്നാണ്. ആ കണിമംഗലത്ത് പ്രീ നോവിഷ്യേറ്റ് അവിടെ വെച്ചായിരുന്നു. അത് 1 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് 3 വർഷത്തെ ഫിലോസഫി ഉണ്ട്. അതും തൃശ്ശൂർ കാൽവരി ആശ്രമത്തിലായിരുന്നു. കാൽവരി ഫിലോസോഫിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ഫിലോസഫിക്കൽ സ്റ്റഡീസ്. അതോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഗ്രാജുവേഷനും അവിടെ പഠിച്ചു. കേരളവർമ്മ യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേരളവർമ്മ കോളേജിൽ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്താണ് ഞാൻ ഗ്രാജുവേഷൻ എടുത്തത്. ഫിലോസഫി കോഴ്സ് തീരുന്നതോടുകൂടി ഒരു ഗ്രാജുവേറ്റുമായി. അതിനുശേഷം നൊവിഷ്യേറ്റായിരുന്നു. അത് മൂവാറ്റുപുഴയിൽ ലൊറേറ്റോ ആശ്രമം, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കുന്നുമൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മൂവാറ്റുപുഴ. ആ മൂവാറ്റുപുഴയിൽ നിരപ്പേൽ എന്ന സ്ഥലത്ത് ലൊറേറ്റോ ആശ്രമമായിരുന്നു നൊവിഷ്യേറ്റ്. ആ നൊവിഷ്യേറ്റിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കപ്പൂച്ചിൻ വൈദിക പരിശീലനം നടത്തുന്നവരുണ്ടായിരുന്നു. കേരളത്തിലെ മിക്ക രൂപതകളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹദായകമായിട്ടുള്ളൊരു നൊവിഷ്യേറ്റായിരുന്നു മൂവാറ്റുപുഴയിൽ വെച്ച്. അച്ഛാ, ഒത്തിരി വർഷത്തെ വൈദിക പരിശീലനമൊക്കെ നടന്നാണ് അച്ഛൻ ഉടുപ്പിടുന്നത്, വൈദികനാവുന്നത്. കപ്പൂച്ചിൻ സഭയിലെ അംഗം എന്ന നിലയിൽ അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അസീസിയിലെ ഫ്രാൻസിസിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും കപ്പൂച്ചിൻ സഭയിലുള്ളവർ മാത്രമല്ല, ഈ കത്തോലിക്ക സഭയിലുള്ളവരും അതിന് പുറത്തുള്ളവരും ഒക്കെ ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ, മനുഷ്യ സ്നേഹി എന്ന രീതിയിൽ, പ്രകൃതി സ്നേഹം എന്ന രീതിയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു മോഡൽ എന്ന രീതിയിലൊക്കെ വാഴ്ത്തുന്ന ആളാണ് അസീസിയിലെ ഫ്രാൻസിസ്. അച്ഛനെ എത്രമാത്രം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്വാധീനിച്ചിട്ടുണ്ട്? ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം എന്നെ വളരെയധികം സ്വാധീനിച്ചു. ആ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം രചിച്ചൊരു പ്രാർത്ഥനയുണ്ട്, സമാധാന പ്രാർത്ഥനയാണ്. അത് സാധാരണ ഞങ്ങൾ ഇംഗ്ലീഷിലാണ് ചൊല്ലുക. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ലോർഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് യുവർ പീസ്. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. ആ പ്രാർത്ഥന അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ആ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: മരിക്കുമ്പോഴത്രേ ജനിക്കുന്നത്, മരിക്കുമ്പോഴത്രേ ജനിക്കുന്നത്. ആ മരണം നിത്യജീവനിലേക്കുള്ള ഒരു സുവർണ കവാടമായിരുന്നു. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം വായിക്കുമ്പോൾ അദ്ദേഹം മരിച്ചത്, മരണം എന്ന സഹോദരിയെ പുൽകിയത് ഒരു പാട്ട് പാടിക്കൊണ്ടാണ്.
സോദരി മരണമേ സ്വാഗതം, 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 സ്വാഗതം. അത് മലയാളത്തിൽ പാടാനാണെങ്കിൽ വളരെ സിമ്പിളാണ്. സോദരി മരണമേ സ്വാഗതം, 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 സ്വാഗതം. ഒക്ടോബർ മാസം 3-ാം തീയതി ഫ്രാൻസിസിൻ്റെ സ്വർഗാരോപണ ആ ആഘോഷം നമ്മൾ കൊണ്ടാടാറുണ്ട്. ട്രാൻസിത്തൂസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ പാട്ട് അന്ന് ഞാൻ സഭയിൽ ചേർന്ന ആ വർഷം തന്നെ മനസ്സിൽ പതിഞ്ഞതാണ്. സോദരി മരണമേ സ്വാഗതം, 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 സ്വാഗതം. അപ്പോൾ ഫ്രാൻസിസ് 12-13 നൂറ്റാണ്ടുകളിൽ കത്തോലിക്ക സഭ ആത്മീയമായിട്ട് ഇത്തിരി ശുഷ്കിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഫ്രാൻസിസിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പള്ളി പുതുക്കി പണിയുക. അപ്പോൾ സാൻ ഡാമിയാനോ പള്ളി, അസീസിയിലെ സാൻ ഡാമിയാനോ പള്ളിയാണെന്ന് വിചാരിച്ചു. അത് ഇടിഞ്ഞൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. കല്ലും മണ്ണുമൊക്കെ കടം വാങ്ങിച്ച് ആ പള്ളി പുതുക്കി പണിതു. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു സാൻ ഡാമിയാനോ ക്രൂസിഫിക്സ് ഉണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള. എല്ലാ മോണസ്ട്രീസിലും ആ ക്രൂസിഫിക്സ് ഉണ്ടാവും. ആ ക്രൂസിഫിക്സിൽ നിന്നും യേശു വിളിക്കുകയാണ്, ഫ്രാൻസിസ്, ഞാൻ നിന്നോട് പുതുക്കിപ്പണിയാൻ പറഞ്ഞ പള്ളി ഈ പള്ളിയല്ല, കത്തോലിക്ക സഭയാകുന്ന പള്ളിയാണ്. ഫ്രാൻസിസ് ആ വിളി ഏറ്റെടുത്തു. അദ്ദേഹം തന്നെ വ്യക്തിപരമായി വിശദീകരിച്ചു. അതേപോലെ വിശദീകരിക്കപ്പെടണമെന്ന ആഗ്രഹമുള്ള മറ്റു പലരും അവരുടെ വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച്, ലോകത്തിൻ്റെതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ ഈ ചെറിയൊരു ഗ്രൂപ്പ് മാർപ്പാപ്പയെ സമീപിച്ചു. ഒണോറിയസ് III മാർപ്പാപ്പയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ദൈവവചനം പ്രഘോഷിക്കാൻ അനുവദിക്കണം. ആദ്യം പിതാവ് വിസമ്മതിച്ചു. കാര്യം ഇവർ കണ്ടപ്പോൾ ഒരു ഷാബിയായിട്ടുള്ള ഡ്രസ്സ്, ഇതേപോലെ ഈ കറുത്ത ഡ്രസ്സും ഈ ചരടും അന്നത്തെ തോട്ടത്തിലെ തോട്ടപ്പണിക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ്സായിരുന്നു. സാധാരണക്കാരായ ഡ്രസ്സായിരുന്നു. മാർപ്പാപ്പയ്ക്ക് അത്ര തൃപ്തി തോന്നിയില്ല. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ പോയി പന്നികളോട് പ്രസംഗിക്കാൻ പറഞ്ഞു. മാർപ്പാപ്പയാണ് പറയുന്നത്. ഫ്രാൻസിസും കൂട്ടുകാരും അവിടെ നിന്ന് ഉടനെ ഇറങ്ങിപ്പോയി, സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. അന്ന് രാത്രി മാർപ്പാപ്പ ഒരു സ്വപ്നം കാണുകയാണ്. തിരുസഭ ആവുന്ന വലിയൊരു കെട്ടിടം ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ മനുഷ്യൻ അത് വീണു പോകാതെ ഇങ്ങനെ താങ്ങി നിർത്തുന്നു. മാർപ്പാപ്പ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ദൈവവചനം പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന അവരുടെ നേതാവായിരുന്നു. നേരം വെളുത്തോടനെ മാർപ്പാപ്പ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇന്നലെ എന്നെ കാണാൻ വന്ന അവരെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം സെക്രട്ടറി അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. പരിസരം മുഴുവനും അരിച്ചു പെറുക്കിയിട്ടും കാണുന്നില്ല പിതാവേ, നീ ചെന്ന് പന്നിക്കുഴിയിൽ നിന്ന് നോക്കാൻ പറഞ്ഞു. ഓടിച്ചെന്ന് പന്നിക്കുഴിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ കൂട്ടർ അവിടെ നിന്ന് പന്നികളോട് പ്രസംഗിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരങ്ങളായ പന്നി സഹോദരങ്ങളെ, ദൈവം സ്നേഹമാവുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു, നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. മാർപ്പാപ്പ അവരെ വിളിച്ച് അനുവാദം കൊടുത്തു. അവരുടെ പ്രസംഗം, അവരുടെ പ്രവർത്തനം, അവരുടെ ജീവിതം സഭയ്ക്കൊരു ഉണർവായിട്ട് മാറി. അങ്ങനെ സഭ നവീകരിക്കപ്പെട്ടു, ആത്മീയമായിട്ട് ശക്തി പ്രാപിച്ചു. അങ്ങനെ വെറുതെ ഒന്നുമല്ല ഫ്രാൻസിസ് അസീസി പ്രകൃതിയുടെ വിശുദ്ധനൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. നേച്ചറിൻ്റെ വിശുദ്ധനാണ്. കാരണം എല്ലാത്തിനോടും സുശേഷം പ്രസംഗിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു എപ്പോഴും ഫ്രാൻസിസ് അസീസിക്ക്. ആ ഒരു അസീസിയുടെ ചൈതന്യമാണ് അച്ഛനും സ്വീകരിച്ചുകൊണ്ട് എല്ലാവരിലും ഈശോയെ കാണാനൊക്കെയുള്ള മനോഭാവം. അങ്ങനെ ഒരു വൈദികനായി കഴിഞ്ഞിട്ട് അച്ഛനെ പറ്റി പറയുമ്പോഴും അച്ഛനോട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അച്ഛൻ ഇവിടുത്തെ ഒരു കംഫർട്ട് സോണൊക്കെ ഉപേക്ഷിച്ച് വേറെ വ്യത്യസ്തമായൊരു മേഖലയിൽ, അത് പുറം രാജ്യത്ത്, അത് അമേരിക്കയിൽ യൂറോപ്പിലൊന്നുമല്ല, ഗൾഫിൽ നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിന് അത്ര സ്വീകാര്യത കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ
സുശേഷം പ്രസംഗിച്ച അവിടെ സേവനം ചെയ്ത ആളാണ് അച്ഛൻ. ആ ഒരു മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ്, വൈദികനായതിനു ശേഷം ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപുള്ള അച്ഛൻ്റെ സേവന മേഖലകൾ എന്തൊക്കെയായിരുന്നു അച്ഛൻ? ഞാൻ ഇങ്ങനെ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുമല്ല, ചെറുപ്പക്കാരോട് കൂടുതൽ ഇടപെടാൻ താല്പര്യപ്പെടുന്നതാണ്. എൻ്റെ ഈ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ മേലധികാരികൾ എന്നെ ഫോർമേഷൻ ടീമിലേക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫോർമേഷൻ ടീമിലെന്ന് പറഞ്ഞാൽ നൊവിഷ്യേറ്റാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമേഷൻ മേഖല. അത് 1 വർഷത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് നടത്തുന്ന സമയമാണ്. അപ്പം അതിനുള്ള ഒരുക്കത്തിനായി എന്നെ പൂനെയിൽ NVSC നാഷണൽ വൊക്കേഷൻ സർവീസ് സെൻറ്റർ, പൂന ദിനോബളി കോളേജിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു വൊക്കേഷൻ ഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമേറ്റേഴ്സ് ഫോർമേഷൻ നടത്തുന്ന ഒരു സെൻറ്ററാണ്. അവിടെ ആ ട്രെയിനിങ്ങിന് വിട്ടു. 6 മാസത്തെ ട്രെയിനിങ് ആണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിൽ ഞങ്ങളുടെ നൊവീഷ്യേറ്റിൽ അസിസ്റ്റൻറ്റ് നോവീസ് മാസ്റ്ററായിട്ട് നിയോഗിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ നോവീസ് മാസ്റ്റർ ഒരു ആംഗ്ലോ ഇന്ത്യൻ അച്ഛനായിരുന്നു. അച്ഛൻ്റെ പേര് പാട്രിക് എന്നായിരുന്നു. അപ്പോൾ പാട്രിക് അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട്, അത് അസിസ്റ്റൻറ്റ് നോവീസ് മാസ്റ്ററായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. അതിന് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ നോവീസ് മാസ്റ്ററാക്കി നിയോഗിച്ചു. അവിടെ ഞാൻ നോവീസ് മാസ്റ്ററായി പ്രവർത്തിക്കുമ്പോൾ റോമിൽ നിന്ന് ഞങ്ങളുടെ മിനിസ്റ്റർ ജനറൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യലിന് വിളിച്ചു പറഞ്ഞു, മസ്കറ്റിൽ, ഒമാനിലെ മസ്കറ്റിൽ ഒരു പാരിഷുണ്ട്. ആ പാരിഷിലെ വികാരിയച്ഛൻ ഒരു ഇറ്റാലിയൻ വികാരിയച്ഛനാണ്. അച്ഛന് ഇപ്പോൾ 72 വയസ്സായി. ഞങ്ങളുടെ ജനറൽ വിളിക്കുമ്പോൾ ആ അച്ഛന് തനിച്ച് പാരിഷ് നോക്കാൻ ബുദ്ധിമുട്ടാണ്. പാരിഷ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഈ 72 വയസ്സായ അച്ഛനോടുകൂടി ഒരു സപ്പോർട്ട് ചെയ്ത് പാരീഷിൽ സേവനം ചെയ്യാനായിട്ട് ഒരു യുവവൈദികനെ വേണം എന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യലിനോട് ആവശ്യപ്പെട്ടു. പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സും ഒക്കെ ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ വന്ന ഒരു യുവവൈദികൻ ഞാനായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പ്രൊവിൻഷ്യലിൽ ലെന്നി കൊന്നുള്ളി അച്ഛനായിരുന്നു. അച്ഛനിപ്പോൾ ദുബായ് പള്ളിയുടെ വികാരിയാണ് അവിടെ ദുബായിൽ. അച്ഛൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ വർഗീസിനെയാണ് കാണുക. വർഗീസ് എന്ത് പറയുന്നു? പ്രൊവിൻഷ്യലിച്ചോ മേലധികാരികൾ പറയുന്നത് എനിക്ക് ദൈവവചനമല്ലേ, ആ ദൈവ തീരുമാനമാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഞാൻ പോകാൻ തയ്യാറാണ്. എനിക്ക് അവിടുത്തെ ഭാഷയൊന്നും അറിയത്തില്ല. പല രാജ്യത്തിലെ ജനങ്ങളാണ്. ഒരു ഇൻ്റർനാഷണൽ പാരീഷാണ്. പിന്നെ ലിറ്റോജിക്കൽ റിച്വൽ പല രീതിയിലുള്ളവരുണ്ട്. അങ്ങനെ എനിക്കറിയാൻ പാടില്ലെങ്കിലും ദൈവം എന്നെ വിളിച്ച് വിടുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. അങ്ങനെ അവിടെ ചെന്നു. അങ്ങനെ അച്ഛൻ ഒരു യുവവൈദികനായിട്ട് അച്ഛനാ പറഞ്ഞതിൻ്റെ അകത്ത് ഇടയ്ക്ക് തോന്നിയൊരു കാര്യം, മേലധികാരികൾ പറയുന്നത് എനിക്ക് ദൈവവചനമല്ലേ, അച്ഛൻ പറഞ്ഞൊരു മനോഹരമായൊരു കോട്ടിങ്ങാണത്. കാരണം നമ്മൾ ഏത് ജീവിതാന്തസ്സിലായാലും നമ്മുടെ മേലധികാരികൾ പറയുന്നത് നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നും അവരോടൊരു യെസ് പറയുക എന്നുള്ളതും ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അച്ഛൻ മസ്കറ്റിലേക്കാണ് ആദ്യം കടന്നു ചെല്ലുന്നത്. അച്ഛൻ ചെല്ലുമ്പോൾ ഉള്ള സാഹചര്യം ഇപ്പോഴത്തേത് തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കും. അവിടെ എങ്ങനെയായിരുന്നു അച്ഛൻ കടന്നു ചെല്ലുമ്പോഴുള്ള നമ്മുടെ സഭയുടെ ഒരു ഹൈറാർക്കിയോ അല്ലെങ്കിൽ രീതികളും ബലിയർപ്പണം അല്ലെങ്കിൽ ഞായറാഴ്ചയുള്ള ആരാധന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അച്ഛനൊന്ന് പറയാമോ? അച്ഛൻ കടന്നു ചെല്ലുന്ന സാഹചര്യത്തിൽ. അതെ, ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ വികാരിയായിരുന്ന ഒരു ഇറ്റാലിയൻ അച്ഛനാണ്. ഭാഗ്യസ്മരണാർഹനായ ഇപ്പോൾ സ്വർഗത്തിലാണ് അദ്ദേഹം. ബർണബാസ് മഡ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അദ്ദേഹം ഉടനെ പറയുകയാണ്, മോനെ ഞാൻ വെക്കേഷന് പോവുകയാണ്, 2 മാസത്തേക്ക് ഈ പാരിഷ് മോൻ നടത്തുകയാണ്. അപ്പോൾ എനിക്ക് അസ്വസ്ഥതയായി. കാരണം ഒരു പുതിയൊരു സ്ഥലം എന്നെ പരിചയപ്പെടുത്താൻ പോലും അച്ഛന് സമയമില്ല. അച്ഛനിങ്ങനെ അക്ഷമയനായിട്ട് കാത്തിരിക്കുകയായിരുന്നു വെക്കേഷൻ പോകാനായിട്ട്. എനിക്ക് പാസ്പോർട്ടൊക്കെ കിട്ടാൻ ഇത്തിരി താമസിച്ചുകൊണ്ട് അവിടെ ചെല്ലാൻ താമസിച്ചു. അപ്പം ഞാൻ ചെന്ന അന്ന് തന്നെ അച്ഛൻ എന്നെ ഇടവക ഏൽപ്പിച്ചിട്ട് വെക്കേഷന് പോവുകയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു അസ്വസ്ഥത, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷാണ്.
ഞാനിങ്ങനെ മലയാളം മീഡിയത്തിൽ പഠിച്ച് പിന്നെ സെമിനാരിൽ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, എങ്കിലും ഒരു മംഗ്ലീഷാണെന്ന് പറയാം. മലയാളം ആ ഒരു ആക്സൻ്റൊക്കെ കയറി വരുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇച്ചിരി അസ്വസ്ഥത തോന്നിയപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ വചനം മനസ്സിൽ വന്നു. ഫിലിപ്പിയർ 4:13 പൗലോസ്ലീഹ പറയണ, എന്നെ ശക്തനാക്കുന്ന അവനിലൂടെ എനിക്കെല്ലാം സാധിക്കും. ശക്തനാക്കിക്കൊണ്ട് ദൈവം കൂടെയുള്ളതിനാൽ എനിക്ക് ആ അസ്വസ്ഥത അങ്ങോട്ട് മാറി. ദൈവം സഹായിച്ച് അന്നത്തെ ഇംഗ്ലീഷ് മാസ് അതിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ വളരെ തൃപ്തിയായി. വളരെയധികം മലയാളികളുണ്ടായിരുന്നു അവിടെ. മലയാളികൾക്ക് ഒരു മലയാളി അച്ഛനെ കിട്ടുക എന്ന് പറഞ്ഞത് വലിയ സന്തോഷമാണല്ലോ. പക്ഷെ പ്രൊവിൻഷ്യൽ എന്നോട് പറഞ്ഞിരുന്നു, പറയീസേ മലയാളികൾ അവിടെ കൂടുതലുണ്ടാകും, മലയാളികൾ കൂടെ വരും, പക്ഷെ ഒരു കാര്യം മറക്കരുത്, അതൊരു ഇൻ്റർനാഷണൽ പാരീഷാണ്, എല്ലാവർക്കും വേണ്ടിയാണ് പറയീസിനെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ആദ്യത്തെ മലയാളം കുർബാനയ്ക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ ഹൃദയം നിറയെ മലയാളികളോട് സ്നേഹമാണ്, പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. കാരണം എൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം ഞാൻ ചിലപ്പോൾ ബാഹ്യമായിട്ട് പ്രകടിപ്പിച്ചെന്ന് വരത്തില്ല. കാരണം മറ്റു ഭാഷക്കാർ, മറ്റു രാജ്യക്കാർ, അവർക്ക് തോന്നരുത് ഞാൻ എപ്പോഴും മലയാളികളുടെ കൂടെയാണെന്നുള്ളത്. അവരത് വളരെ നന്നായിട്ട് സ്വീകരിച്ചു. അതിനെന്താ കുഴപ്പമില്ല വെച്ചോ, ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം. അപ്പം എന്നിട്ട് അവരുടെ സഹകരണം എങ്ങനെയായിരുന്നു, ഞാൻ ഓഫീസിൽ ഒരു മലയാളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു ഗോവക്കാരൻ വരികയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മലയാളി അത് കണ്ടിട്ട് ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും. അപ്പോൾ ഒരു നോൺ മലയാളി എന്നെ കാണാൻ വന്നാൽ ഞാനൊരു മലയാളിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു തടസ്സമായിട്ടില്ല ഒരിക്കലും. അതൊക്കെ അവർക്ക് വളരെ വളരെ തൃപ്തിയായി. മാത്രമല്ല അവിടെ മസ്കറ്റിൽ 2 പള്ളികളുണ്ട്. പക്ഷെ ആൾക്കാർ ഈ വലിയ രാജ്യത്ത് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. വളരെ അകലത്തിലൊക്കെ താമസിക്കുന്നവർ. ഇങ്ങനെ ഒരു മലയാളി അച്ഛൻ, ചെറുപ്പക്കാരൻ റെസിഡൻറ്റ് വിസയിൽ വന്നു എന്നറിഞ്ഞപ്പോൾ വിളികൾ വരാൻ തുടങ്ങി. അവർ വിളിച്ചിട്ട് പറയണം, അച്ഛൻ ഇങ്ങനെ റെസിഡൻറ്റ് വിസയിൽ വന്നു എന്നറിഞ്ഞാൽ സന്തോഷം. ഞങ്ങളിവിടെ ഇബ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് 250-300 കിലോമീറ്റർ അകലെയാണ് പള്ളിയിൽ നിന്ന്. ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ പള്ളിയിൽ വരുന്നുള്ളൂ, ക്രിസ്മസിനും ഈസ്റ്ററിനും. അച്ഛൻ വന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. വല്ലപ്പോഴുമെങ്കിലും ഇങ്ങോട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഒരു കുർബാന ചൊല്ലി തന്നാൽ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി തന്നാൽ വളരെ ഉപകാരമായി. അങ്ങനെ പല സ്ഥലത്തു നിന്നും വിളികൾ വരികയാണ്. നിസ്വ, ഇബ്രി, എങ്കൽ, അങ്ങനെ പല സ്ഥലത്തു നിന്നും. അപ്പോൾ ഞാൻ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ, അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യണം? അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ, ഈ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് മുടക്കമൊന്നും വരുത്താതെ എവിടെ വേണമെങ്കിലും പോയിക്കോ എന്നൊരു ബ്ലാങ്കറ്റ് പെർമിഷൻ തരികയാണ്. ഞാനിപ്പോൾ ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു മിഷണറി വിളിയുണ്ട്, പിന്നെ ഇന്ന സ്ഥലത്തേക്ക് പോകണം, വരാൻ സാധിക്കുന്നവർ എൻ്റെ കൂടെ ചേരുക. അപ്പോൾ യുവാക്കളിങ്ങനെ ഇടിച്ചു കയറുകയാണ്, അച്ഛൻ ഞങ്ങൾ വരണം, ഞാൻ തയ്യാറാണ്. ഒരു പ്രാവശ്യം എൻ്റെ കൂടെ വരാൻ പറ്റിയില്ലെങ്കിലേ അവർക്ക് പ്രയാസമുള്ളൂ, അയ്യോ ഈ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം എന്നെ ചേർക്കണേ. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഏതാണ്ട് 25ഓളം സബ്സ്റ്റേഷൻസ് തുറന്നു. സബ്സ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ പള്ളികളൊന്നുമില്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ, ആ വീട്ടിൽ ചിലപ്പോൾ 1-2 മുറികൾ, ചിലപ്പോൾ 2 മുറികളുണ്ടെങ്കിൽ ഒരു മുറി അവരൊരു പള്ളി പോലെ ആക്കി വെക്കുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്യുന്നു, ഒരു കുർബാന അർപ്പിക്കുന്നു. കുർബാനയോടുള്ള ആ ദാഹവും ആൾക്കാരുടെ ആ സ്നേഹമൊക്കെ ഞാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയത് മസ്കറ്റിൽ ചെന്നപ്പോഴാണ്. കാരണം അവർക്ക് കുർബാന നഷ്ടപ്പെടുന്നതിലുള്ള വേദന, ആ കുർബാനയിൽ പങ്കെടുക്കാൻ ഗാലാപ്പള്ളിയിൽ വരാൻ സാധിക്കാത്ത അവസ്ഥ. അപ്പോൾ അങ്ങോട്ട് ചെന്ന് ഒരു കുർബാന അർപ്പിച്ചു കൊടുക്കുക അവർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തിൽ 5 കുർബാന വരെ ചൊല്ലിയ ദിവസങ്ങളുണ്ട്. കാരണം 72 വയസ്സായ വികാരി അച്ഛന് പള്ളിയിൽ ഭാരം കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്ന വിശ്വാസികളുടെ ആ വിശ്വാസം നിലനിർത്തി അതിൽ വളർത്താൻ സഹായിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് വിശുദ്ധ കുർബാന. അച്ഛൻ വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് പറഞ്ഞെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വെറും 2 പള്ളി മാത്രമുള്ള ഒരു രാജ്യത്ത്
25ഓളം സ്റ്റേഷനുകൾ തുടങ്ങി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യമാണ്. രാജ്യത്ത് മുഴുവൻ പടർന്നു കിടക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കാര്യമാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ റെസിഡൻറ്റ് പ്രീസ്റ്റാണ്. ദ വെരി ഫസ്റ്റ് എന്ന് പറയുന്ന റെസിഡൻറ്റ് പ്രീസ്റ്റാണ്, മലയാളിയായിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി വിശേഷങ്ങളുണ്ട്. നമ്മൾ മസ്കറ്റിൽ ആരംഭിച്ചിട്ടുള്ളൂ. ഏകദേശം 29-30 വർഷത്തോളം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടരുകയാണ് അച്ഛനോടൊപ്പം. ഗൾഫ് മേഖലയിൽ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക് യു അച്ഛാ. ക്രിസ്തുവിന്റെ കുരിശിന്റെ മഹത്വവും രക്ഷയും പ്രഘോഷിക്കാൻ സമർപ്പണം ചെയ്ത് വെല്ലുവിളികൾ ഏറ്റെടുത്ത് ത്യാഗപൂർവം യാത്രയായ വൈദികരുടെ പങ്കുവെക്കലുകൾ തുടരുന്നു. പൗരോഹിത്യം എത്രത്തോളം സമുന്നതമെന്ന് ഇവർ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നു. ആരെനിക്കായി പോകുമെന്ന ക്രിസ്തുവിന്റെ ചോദ്യത്തിന് ജീവിതം കൊണ്ട് ഉത്തരമാകുന്ന ഈ ജീവിതങ്ങൾ, സുവിശേഷ വയലിലെ ത്യാഗപൂർണമായ ജീവിതാനുഭവങ്ങൾ അഭിമാനത്തോടെ പങ്കുവയ്ക്കട്ടെ. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.